നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 684th day. Today, third sloka of Prathama Skandam, 6th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 684 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രധാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദതമാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം. സ്വായംഭുവ കയാവൃത്യ വർത്തിതം തേ പരംവയാ കഥം ചേദമുദസ്രാക്ഷി കാലേ പ്രാപ്തേ കളേവരം. ഓം തത്സത്. സ്വായംഭുവ കയാവൃത്യ വർത്തിതം തേ പരംവയാ കഥം ചേദമുദസ്രാക്ഷി കാലേ പ്രാപ്തി കളേവരം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് സ്വയംഭുവ കയാവൃത്യ വർത്തിതം തേ പരം വയഃ കഥം ച അധ ഉദസ്രാക്ഷി കാലേ പ്രാപ്തേ കളേവരം. അതായത് സായംഭുവിൻ്റെ പുത്ര നാരദരെയാണ് അപ്രകാരം വിളിക്കുന്നത്. സായംഭുവ അല്ലയോ ബ്രഹ്മം. സായംഭുവ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. സായംഭുവിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രനായിട്ടുള്ള നാരദൻ. സായംഭുവ പരമ്പയ പിന്നെയുള്ള കാലം. കയാവൃത്യ എന്ത് വൃത്യ വ്യാപാരം. എന്ത് വൃത്തിയിൽ എന്ത് വ്യാപാരത്താൽ തേ അങ്ങയാൽ വർത്തിക്കപ്പെട്ടു. ഇതം കളേവരം ഈ ശരീരത്തെ കാലേ പ്രാപ്തി കാലം സമീപിച്ചപ്പോൾ കഥം എങ്ങനെ ഉദസ്രാക്ഷി ഉദസ്രാക്ഷി എന്നുള്ളത് ഉദസ്രാക്ഷി ഉത്സർജിക്കുകയും ചെയ്തു, അതായത് ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന്. അല്ലയോ ബ്രഹ്മപുത്ര, അങ്ങയുടെ ശേഷമുള്ള കാലത്തെ ഏതുവിധമായ വ്യാപാരത്തിൽ കഴിച്ചുകൂട്ടി. ദാസ്യപുത്രനായിട്ടുള്ള ജനിച്ച അവിടുന്ന് ആ ശരീരം അവസാനിക്കേണ്ടതായ കാലം വന്നപ്പോൾ ഏതുവിധം അതിനെ ഉപേക്ഷിച്ചു. അതായത് നാരദർ തൻ്റെ കഥ പറഞ്ഞു നിർത്തിയിട്ട് തനിക്ക് ആ മഹർഷിമാർ നൽകിയ ഉപദേശം വ്യാസർക്ക് പറഞ്ഞു കൊടുത്ത് നിർത്തുന്നു എന്ന് കണ്ടപ്പോൾ വ്യാസർ അങ്ങോട്ട് ചോദിക്കുകയാണ്, അങ്ങേക്ക് ജ്ഞാനം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ജ്ഞാനം ഉപദേശിച്ച സന്യാസികൾ പോയതിനു ശേഷം ബാലനായിരുന്ന അങ്ങ് എന്താണ് ചെയ്തതെന്ന്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ചോദിക്കുകയാണ്, എന്ത് ചെയ്തിട്ടാണ് പിന്നീട് ജീവിതകാലം കഴിച്ചു കൂട്ടിയത്. അപ്പോൾ ബാലനായിരുന്നല്ലോ. ഇപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് ആ ജന്മത്തെ ഉപേക്ഷിച്ചത്, എങ്ങനെയാണ് ആ ശരീരം എങ്ങനെയാണ് ഉപേക്ഷിച്ചത്, എന്തൊക്കെയാണ് ആ ജന്മത്തിൽ ചെയ്തത്. നാരദരുടെ പൂർവ്വജന്മത്തിൻ്റെ മുഴുവൻ കഥയും അറിയാനുള്ള വ്യാസഭഗവാന്റെ ജിജ്ഞാസയാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുക. പറയേണ്ടത് പറഞ്ഞു കൊടുത്തിട്ട് നിർത്താൻ പോയ നാരദരോട് വീണ്ടും വ്യാസ മഹർഷി ചോദിക്കുകയാണ്, അവിടുന്ന് പൂർവ്വജന്മത്തിൽ എന്തൊക്കെയാണ് പിന്നീട് ചെയ്തത്, എങ്ങനെയാണ് ശരീരം ഉപേക്ഷിച്ചത് എന്നൊക്കെ. അടുത്ത ശ്ലോകത്തിലും ഇപ്രകാരം ചോദ്യം ചോദിച്ചിട്ട് അതിന് നാരദർ പറയുന്ന മറുപടിയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സായംഭുവക്കയാ വൃത്യാ വർത്തിതം തേ പരംവയ
കഥം ചേതമുദസ്രാക്ഷി കാലേ പ്രാപ്തി കളേവരം. കളേവരം എന്ന് പറഞ്ഞാൽ ശരീരം, ഈ ശരീരം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.